മണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലും നടക്കും. ഇന്ന് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ഐറ്റാണ് ഞാൻ ഉരുളങ്കയും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക. ഉരുളങ്കയും എടുക്കുക. ഇതേമാതിരി നമ്മളൊരു പീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തോലും ഇങ്ങോട്ട് കളയും. ഈ തോല് കളയുമ്പോൾ കത്തി ഉണ്ടാകുമ്പോഴേ കരുതിയിലധികം പോകുള്ളൂ. ഇങ്ങനത്തെ ഒന്ന് കമ്പനി സാധനം വാങ്ങിയാൽ വളരെ നല്ലതാണ്. തോല് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിയുള്ള വെള്ളത്തിൽ നോക്കിയിട്ട് കെക്കിയിട്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് കളയാം. അതിൽ കൂടും വേണ്ട കുറയും വേണ്ട, ഈ കോലത്തിലാണ് വേണ്ടത്. ഇപ്പൊ കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ കറ്റൂലെങ്കിൽ ഇങ്ങനെയും കട്ടിച്ച. പണ്ടത്തെ കാലത്തൊക്കെ വായക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തിരുന്നത് പെരിയൊക്കാൻ വേണ്ടിയിട്ട്. ഇതും പരിശു നോക്കാം, പക്ഷെ അളവിൽ വ്യത്യാസം വരരുത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ സ്റ്റീലിന്റെ ഒരു കുണ്ടം പാത്രം എടുത്തിട്ട് ഒരു കൈക്കല തുണി എടുത്ത് തുടച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഫുള്ള് ഒഴിവാക്കുക. അങ്ങോട്ട് അയക്കാൻ എന്ത് ചെയ്യുക, നമ്മളൊരു 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ കോഴി മസാല ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കജ്ജോണ്ട് കൂട്ടി കുഴക്കണമെങ്കിൽ അങ്ങനെ കുഴക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചാൽ എന്തിച്ചാൽ കട്ട് ചെയ്ത് വെച്ച ഉരുളങ്കിഴങ്ങ് നേരെ കണ്ടിട്ട് കൊടുക്കുക. ഈ ഉരുളങ്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കക്കാൻ നിൽക്കരുത് കേട്ടോ, നമ്മൾ എടുത്ത പണിയൊക്കെ വെറുതെ പോകും. എന്നിട്ട് എന്തിച്ചാൽ അതേമാതിരി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഒരു കോട്ടിങ് മാതിരി വരും. ഇനി കജ്ജിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. കജ്ജമ്മി സ്പൂണും തുള്ളി വളണ്ടാൻ പാടില്ല. ഇജ്ജ് കത്തിക്കുക, ചട്ടി അടുപ്പിൽ വെക്കുക, ചട്ടി ചൂടാനേ ശൈലിക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേഗം പൊരിച്ചെടുക്കുക. ഓരോ പ്രാവശ്യം പൊരിച്ചുള്ളത് അപ്പക്കപ്പ കൂട്ടി യോജിപ്പിക്കാൻ നേരെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. കൂട്ടി യോജിപ്പിച്ച് കൂടുതൽ നേരം പാത്രത്തിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഉരുളങ്കിഴങ്ങ് വന്നൊരു വെള്ളം ഇറങ്ങിയിട്ട് ഇതിന്റെ കോട്ടിംഗ് ഒക്കെ പോകും. അപ്പൊ പിന്നെ ഒരു വൃത്തിയുടെ ഈ കാര്യം. അഭിപ്രായങ്ങൾ ആരോടും പങ്കുവെക്കാൻ മറക്കരുത്. എത്ര സ്കൂൾക്ക് പോകാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോക്കാണെങ്കിൽ പോലെ എന്നും സ്കൂൾക്ക് പോകും. അപ്പോ കാണുമ്പോ കാണാം. ബൈ.